കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ മർദ്ദിച്ചതിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി മിഥുൻ പറയുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. അന്നേരം ഉണ്ടായ സംഭവം എന്തോന്നാണ്? അമ്മ ഉപദ്രവിക്കുന്ന കണ്ടിട്ടാണ് ഞാനതിനകത്ത് ഇടപെട്ടത്. അമ്മ അടിക്കുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ. പത്തനാപുരത്ത് CCTVയെ ചൊല്ലി അയൽക്കാർ തമ്മിൽ അടിയായ സംഭവം നമ്മൾ അറിഞ്ഞതാണല്ലോ. ഇൻസ്റ്റയിലൊക്കെ അയൽപ്പക്കത്തെ പെണ്ണിനെ ഇപ്പുറത്തെ വീട്ടുകാർ കയറി ഉപദ്രവിക്കുന്ന വീഡിയോ ഒക്കെ വൻ വൈറലായിരുന്നു. ഒരു CCTV വെച്ചതിനെ തുടർന്നാണ് അടി ഉണ്ടായതെന്ന് അടി കൊണ്ട വീട്ടുകാർ പറയുമ്പോൾ അടി കൊടുത്ത വീട്ടുകാർ പറയുന്നത് മറ്റൊന്നാണ്. ഇനി എന്തിനടിയാണെങ്കിലും ദേഹോപദ്രവം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിഷയം മനസ്സിലാകാത്തവരുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം പെൺകുട്ടിയെ മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യം കാണാം. അപ്പൊ ഇതാണ് സംഭവം. ഇരു വീട്ടുകാരും തമ്മിൽ ഇടയ്ക്കിടെ അടി കൂടാറുണ്ട്. എന്നാൽ ഇത്തവണത് കയ്യാങ്കളിയായി. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രണ്ട് വീട്ടുകാരും വാടക വീട്ടിലാണ് താമസം. ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച സുനികുമാറിന്റെയും മകൻ മിഥുന്റെയും ഉപദ്രവം മൂലം ഓൾറെഡി 4 വീട്ടുകാർ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഓണറും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ചേർന്നു സുനികുമാറിന്റെ ഫാമിലിക്ക് നേരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി സുനികുമാറിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് പെൺകുട്ടിയുടെ വീട്ടുകാർ CCTV വെക്കുന്നത്. സ്വാഭാവികമായും അതിനെ ചൊല്ലി ഇരു വീട്ടുകാരും പ്രശ്നമുണ്ടാകുന്നത്. എന്തായാലും അന്നേ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് മർദ്ദനമേറ്റ് പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. നമ്മൾ അതെല്ലാം കേട്ടോ. ഇവിടുന്ന് 4 വീട്ടുകാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ അമ്മയും ഓണറും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അതിനെ ചൊല്ലിയായിരുന്നു തർക്കം ഉണ്ടായത്. മിനിഞ്ഞാന്ന് ഈ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള ബക്കറ്റ് ചൂട് എടുത്തോണ്ട് പോയി. അമ്മ രാവിലെ മുറ്റം തൂക്കാൻ ചൂട് നോക്കിയപ്പോ കണ്ടില്ല. ക്യാമറ കുത്തിയപ്പോ രാത്രി 8:30 പതുക്കെ ചൂലെടുത്ത് പിന്നെ ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകും. രാവിലെ ഇതുപോയി ചോദിച്ചപ്പം അയാൾ കൈ മലത്തേക്കൊന്നും അറിയത്തില്ല. തെളിവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തെളിവുണ്ടെന്ന് തെളിവ് കാണിക്കാൻ പറഞ്ഞു. വളരെ ഞാൻ കാണിക്കേണ്ടവരെ കാണിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇയാൾ അതിനൊന്നും മറുപടി അറിയുന്നില്ല. അമ്മ എന്തിനാ കേസ് കൊടുക്കുക? അതിന് അമ്മയുടെ മെക്കെട്ടേര് അമ്മയെ ചീത്ത വിളിക്കുകയും മോശമായിട്ട് കുറെ സത്യം പറയുകയൊക്കെ ചെയ്തു. ഹെവി ജയശങ്കറുണ്ട് വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, ആ ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. അച്ഛനും മകനും മാത്രമല്ല അമ്മയും ഉണ്ട് കൂടെ. 3 പേർ ചേർന്നാണ് ആ വീട്ടിൽ കയറി അതിക്രൂരമായി ആ പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചിട്ട് ആക്രമിക്കുന്നത്. ഈ പെൺകുട്ടി സംസാരിക്കുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് എനിക്ക് പറഞ്ഞത് പലർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. ഈ പെൺകുട്ടി പറഞ്ഞ മറ്റൊന്നുമല്ല. ഈ പെൺകുട്ടി മർദ്ദനം ഏൽക്കുന്നതിന്റെ തലേ ദിവസം ഇവരുടെ വീട്ടിലെ ചൂലും ബക്കറ്റും കാണാതായി. അങ്ങനെ ഒരു CCTV നോക്കിയപ്പോൾ അത് സുനിൽകുമാറാണ് എടുത്തതെന്ന് മനസ്സിലായി. അങ്ങനെ ഈ പെൺകുട്ടി എന്തൊക്കെ പിറ്റേ ദിവസം അയാളോട് ചോദിച്ചു. അയാൾ അത് നിഷേധിച്ചു. അങ്ങനെ അത് വാക്കുതർക്കമായി. ഇതിനിടയിൽ വേസ്റ്റ് കളയുന്നതുമായി ബന്ധപ്പെട്ടും അടിയുണ്ടായി. ലാസ്റ്റ് ഇത് വലിയ കയ്യാങ്കളിയായി. അങ്ങനെ സുനിൽകുമാറും ഭാര്യയും കൂടി ഈ പെൺകുട്ടിയെ മർദ്ദിച്ച് അവശയാക്കി. ഭാഗ്യത്തിന് CCTV ഉള്ളതുകൊണ്ട് ഇതിന് പുറലോകത്തിന് ഇത് അറിയാനായി. ഇല്ലെങ്കിൽ പൂർണ്ണമായും ഈ പെൺകുട്ടി ആരും വിശ്വസിക്കും കൂടി ചെയ്യില്ലായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് CCTV ചൊല്ലി പ്രശ്നം ഉണ്ടായത്. CCTV വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടില്ല. എന്തായാലും സുനിൽകുമാറിന്റെ ഭാര്യയ്ക്കെതിരെ നിലവിൽ കേസൊന്നും ഉണ്ടായിട്ടില്ല. മകനാണെങ്കിൽ ഒളിയിലും പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് മകനായിട്ടും ഇതിനിപ്പോ പിടികൂടിയിട്ടുണ്ട്. ഇങ്ങനെ പിടികൂടിയ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഇതിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അന്ന് കേട്ടോക്കാം. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ മർദ്ദിച്ചതിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി മിഥുൻ പറയുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. അന്നേരം ഉണ്ടായ സംഭവം എന്തോന്നാണ്? അമ്മ ഉപദ്രവിക്കുന്ന കണ്ടിട്ടാണ് ഞാനതിനകത്ത് ഇടപെട്ടത്. അമ്മ അടിക്കുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ. ഞാനതിനകത്ത് ഇടപെട്ടത്. അമ്മ അടിക്കുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ. അയ്യ മോന്റെ വക്കീല് പഠിപ്പിച്ചു വിട്ടതാവില്ലേ ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ? അതാവുമ്പോ കേസിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാലും. നല്ല ബുദ്ധി തന്നെ നിന്റെ. മോനെ നടത്തമൊക്കെ കണ്ടാൽ തോന്നും പഞ്ചപാവാണ്. പക്ഷെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലല്ലോ മോനെ. നമ്മൾ ആ CCTV ദൃശ്യത്തിൽ നിന്റെ അമ്മ പെൺകുട്ടി ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ആ പെണ്ണിനെ നിങ്ങളല്ലേ പിടിച്ചു വലിച്ചു ഉപദ്രവിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ ഉപദ്രവിക്കുന്നതിന് മുമ്പേ ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന് നിങ്ങളെ അടിച്ചിട്ട് ഇപ്പുറം ഓടി വന്നതായിരിക്കും അല്ലെ? ഇനിയിപ്പോ അതായിരിക്കും അടുത്തതായിട്ട് പറയാൻ പോകുന്ന കഥ. വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നുണ പറഞ്ഞേക്ക. എന്തായാലും ഇരു വീട്ടിലെയും അമ്മമാര് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് ആദ്യം മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. ഇവിടെ ഞങ്ങൾ 3 പേരും, മോളും രാജിയും ഞാൻ വല്യമ്മയാ, പിന്നെ കൊച്ചുമോള്. 3 പേര് മാത്രമേ ഉള്ളൂ. പപ്പ അങ്ങ് പോയേക്കുവാ. ഒരു അപ്പച്ചനെ നോക്കാൻ നിൽക്കുക. ആ വാടക വീട് തന്നെ. അവരും വാടക വീട് തന്നെ. അവര് വരുന്നവരെല്ലാം ഇതുപോലെ ഓരോ കാരണവും പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കും. എന്തൊക്കെയോ കള്ളക്കടത്തുണ്ട്, അത് ഉറപ്പാ.
എന്നാന്ന് പറഞ്ഞാൽ തുണിയിട്ട് 2 സൈഡ് ആദ്യം അവിടെ ഒരു ക്യാമറ വെച്ചായിരുന്നു, ഒരു പെണ്ണ് ഉണ്ടായിരുന്നു. അവരെ ഇതുപോലെ തന്നെ അവരെ ഓടിച്ച് വഴക്കുണ്ടാക്കി ഒത്തിരി തെറിയൊക്കെ പറഞ്ഞ് ഓടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പോയി കഴിഞ്ഞപ്പം ഇപ്പൊ ഞങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ തുണി ഇട്ട് അങ്ങ് അവിടെ വരെ കെട്ടി അങ്ങ് മറയ്ക്കും കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എന്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ പുറകെ വരും. അവര് വീട്ടിൽ നമ്മളെന്തെങ്കിലും ഞങ്ങൾ അങ്ങ് തിരക്കാനൊന്നും പോവുകയില്ല. പിന്നെ ഇവന്റെ തുണി ഇത്ര നീളം കീറിക്കൊണ്ട് ഞാൻ പൂജിക്കാൻ കൊണ്ടുപോകാനാന്ന് പറഞ്ഞു അതൊരു പ്രശ്നം ഉണ്ടായി. ഞാനിവിടെ പള്ളിയിൽ പോകുന്നോളൂ, എന്തിനാ ഞാൻ പൂജിക്കാൻ പോകുന്നത്? അങ്ങനെ ഇത്രയും പ്രശ്നമാണ്. കാര്യം പറഞ്ഞ് ഇവൻ എന്നെ കുറിച്ച് കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ അവന്റെ തുണി കീറുക, അവന്റെ വീട്ടിലെ സാധനങ്ങൾ കറിയ ചെരുപ്പ് കളയാന്നൊക്കെ. ഞാൻ ഇവിടുന്ന് ഒരിടത്തോട്ടും ഇറങ്ങിയല്ല. അതായി ക്യാമറ വെക്കാൻ കാരണം. ഇതിലും വലിയ സംഭവം നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറയത്തില്ല എന്ന് ഓർത്താ ഞങ്ങൾ പറഞ്ഞു ഇല്ലാത്ത കാശ് മുടക്കി ഞങ്ങൾ ക്യാമറ വെച്ച കാരണം ആരേഷയ്ക്ക് വേണ്ടി വെച്ചാ. അല്ലെ അവൻ എന്തൊക്കെയോ സംഭവം കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാനാ ചെയ്തെന്ന് പറയത്തില്ലേ. അതുകൊണ്ട് ഈ ക്യാമറ അതിനായിട്ട് തന്നെ വെച്ചതാണ്. എന്തായാലും CCTV വെച്ചത് നന്നായി. ഇപ്പൊ കള്ളന്മാരാരാണെന്ന് നാട്ടുകാർക്കൊക്കെ നല്ലോണം ബോധ്യപ്പെട്ടല്ലോ. ഈ സുനിൽകുമാർ നിൽക്കുന്ന വീടും ഈ പെൺകുട്ടിയുടെ വീടും എല്ലാം ഒരു ഉടമസ്ഥേന്റേത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സുനിൽകുമാറിന്റെ ഫാമിലിക്ക് ഈ അയൽപ്പക്കാർ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ തോന്നിയ സാഹചര്യത്തിൽ എങ്ങനെയും ടോർച്ചർ ചെയ്ത് അവരവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇതിനു മുമ്പേ 4ഓളം വീട്ടുകാർ ഇങ്ങനെ ഒഴിഞ്ഞു പോയെന്നല്ല പറയുന്നത്. എന്ത് പറയാനാണല്ലേ. പക്ഷെ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഈ വീടിന് ഉടമസ്ഥൻ സുനിൽകുമാറിനോടും വീട്ടുകാരോടും അവിടുന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ ഇത്രയും കാര്യമായിട്ട് കേൾക്കുന്നില്ല. ഇപ്പോഴും ഉടമസ്ഥൻ അവിടുന്ന് ഇറങ്ങി കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവരത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. പകരം എന്ത് ചെയ്തെന്ന് അറിയോ? ഈ സുനിൽകുമാർ ഒരു വക്കീലായിട്ട് വന്നു. എന്നിട്ട് മർദ്ദനമായിട്ട് പെൺകുട്ടിയോടും വീട്ടുകാരോടും അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറയുകയായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് അത്യാവശ്യം നല്ലോണം പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞൊന്ന് കേട്ടോക്കാം. പരിക്കുണ്ട്, കാലയിൽ ഇങ്ങനെ ചതവുണ്ട്, ഇവിടെ പൊട്ടലുണ്ട്, 2 കാലയിൽ ഇങ്ങനെ പൊട്ടി മരുന്ന് നോക്കി വെച്ചിട്ടുണ്ട്. പോയായിരുന്നു. പോയി പരാതി കൊടുത്ത് അവർ അന്നേരം തന്നെ ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ട് വീഡിയോ കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവനും അവര് 3 പേരോട് ഉണ്ടായിട്ട്. പക്ഷെ ഞങ്ങൾ ആശുപത്രി പോയോണ്ട് അറിഞ്ഞില്ല അവനോടുണ്ടെന്ന്. മറ്റവൻ ഒളിവിൽ പോയി. ഞങ്ങൾ പോയിടനെ പോയി. പിന്നെ അപ്പനെ പിടിച്ചു എന്നിട്ട് അവിടുന്ന് മുങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുങ്ങാൻ തുടങ്ങിയപ്പോൾ കൈയും കാലും ഒടിഞ്ഞെന്നും പറഞ്ഞ് ആശുപത്രി പോകാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പോലീസ് വളഞ്ഞ് പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് ഞങ്ങൾ വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നവരെ അവിടെയുണ്ട്. അവനെ പിടിച്ചിരുത്തിയേക്കുവാ. മോക്ക് 19 വയസ്സ്. എവിടെ പഠിക്കുന്നത്? ഇന്നലെ ഉണ്ട്. അവർക്ക് ലീവ് എങ്ങാണ്ട് എന്തോ പിന്നെ പരീക്ഷ എന്താ ലീവ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ടെങ്കിൽ കഥ അങ്ങ് അടച്ചിടും, തുറക്കത്തില്ല. ഇവര് 3 പേരും ഉണ്ടല്ലോ, നോക്കി ഞാൻ കഥ അങ്ങ് അടച്ചിടും. പിന്നെ എന്റെ ദൈവം പെണ്ണുമ്പിള്ള വിളിക്കുന്ന തെറിയോ ജലജൻ പറഞ്ഞേ അവൻ പറഞ്ഞു കൊടുക്കും, ഇവള് തെറി വിളിക്കും. അങ്ങനെയാ പ്രശ്നം. അവരെ വിളിക്കുന്നതിന് പ്രശ്നം, ഞങ്ങൾ വിളിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെയാ എന്ന് ഞങ്ങൾ വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതായവൻ. ഇപ്പൊ അത് 1 വർഷമാകുന്നു. അവര് ഞങ്ങളൊക്കെ മുമ്പേ വന്നു. ഇതൊക്കെ അച്ചായന്റെ, ഈ അച്ചായന്റെ തുരുത്തിയിലെ അച്ചായന്റെ. അച്ചായൻ ആദ്യമൊക്കെ അവർക്ക് സൈഡായിട്ട് നിന്ന് പിന്നെ ഇവനെ മനസ്സിലാക്കി വന്നപ്പം അച്ചായൻ ഇച്ചിരി ഇടംതിരിവായിപ്പോയി. അത് കഴിഞ്ഞപ്പോ പിന്നെ അച്ചായൻ തന്നെ തോറ്റിന്ന് മാറാൻ പറഞ്ഞാൽ മാറത്തില്ല. എന്ത് ചെയ്താ വക്കീലിനെയും കൊണ്ട് വന്നായിരുന്നു ഡെന്നിന്ന് പറഞ്ഞു. വക്കീൽ പറഞ്ഞ് ഇവിടെ ഇരുന്ന് അവന് സപ്പോർട്ടായിട്ട് വന്ന്. ഞങ്ങൾ പറഞ്ഞേ അവന് സപ്പോർട്ടായിട്ട് ഇങ്ങോട്ട് വരണ്ട, അതുകൊണ്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ 1 വർഷം പിന്നെ കഴിഞ്ഞ ഇവനെ മാറ്റത്തുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ മാറാം. നിങ്ങൾ മാറിക്കോ വക്കീൽ പറയുക. അങ്ങനെയൊക്കെ വന്ന് ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അയാളെ കണ്ടു. പിന്നെ അയാൾ 1 മണിക്കൂറോളം അതിനകത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ടാ കൊണ്ടുവിട്ടത് ഈ വക്കീല് ഡെന്നി എന്ന് പറഞ്ഞേ. ചിലപ്പോ അതേ വക്കീല് തന്നെയായിരിക്കും മിഥുനോട് അമ്മ ആ പെണ്ണ് അടിച്ചത് കൊണ്ടാണ് മിഥുൻ തിരിച്ചടിച്ചത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ അയൽവക്കക്കാരെ കൊണ്ട് ചില്ലറ അടങ്ങാറില്ലല്ലോ അല്ലെ. ഇങ്ങനെ ഒരു അയൽവാസി ഉണ്ടായാൽ മാത്രം മതി, ജീവിതം കൂടെ തന്നെയായി. ഇനിയിപ്പോ ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് മാത്രം പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട കേട്ടോ. ചിലപ്പോൾ ഇവരുടെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള തെറ്റുകളൊക്കെ ഉണ്ടാവും. 2 വീട്ടുകാരുടെയും ഭാഗത്തും അവരുടേതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ എത്ര തന്നെ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായാലും വാക്കുകൊണ്ട് പറഞ്ഞ് തീർക്കുക എന്നല്ലാതെ കയ്യാങ്കളിയിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മോശമാണ്. ഇവിടെ ഈ പെൺകുട്ടിയെ കയറി അടിച്ചതിനൊന്നും ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിനെല്ലാം ശേഷി സുനിൽകുമാറിന്റെ ഭാര്യ, അതായത് മിഥുന്റെ അമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കണ്ടേശം നമുക്ക് നിർത്താം. ഇപ്പൊ മീഡിയക്കാർ പറയുന്ന അച്ഛൻ കഞ്ചാവ്, മോൻ കഞ്ചാവ്, അങ്ങനെ പല രീതിയിലും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട്. വീണ്ടും വാതിരി വന്നിരുന്നുണ്ട് ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. ഒരു 20-കാരിയോ 21-കാരിയോ വിളിക്കുന്ന ഭാഷയല്ല കൊച്ചു വിളിക്കുന്ന. രാവിലെ ഞാൻ വേസ്റ്റ് കളയാൻ പോയതാണ്. വേസ്റ്റ് കളയാൻ പോയിട്ട് തിരിച്ച് അങ്ങോട്ട് പോയപ്പം അവിടുത്തെ അമ്മമ്മ വന്ന്, സാലിന്നോ മറ്റോ അവരുടെ പേര്, ലാലിന്നോ സാലിന്നോ, ആ അമ്മമ്മ വന്ന് കതക് തുറന്നപ്പം ഞാനില്ല വേസ്റ്റും കൊണ്ട് പോകുന്നതാണ് അവർ കണി കണ്ടത്. അപ്പം അവർ പെങ്കൊച്ചിനെ വിളിച്ച് എന്തോ ഒന്ന് ഞനുമുനാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നപ്പം ആ പെൺകുട്ടി എന്നെ വായി കൊള്ളാൻ വയ്യാത്ത അസഭ്യം പറഞ്ഞു. ഞാൻ അവളെ ഉറക്കം എണീറ്റ് വന്നപ്പം ആ വേസ്റ്റ് പാത്രം കൊണ്ട് ഞങ്ങളുടെ മുറ്റത്തൂടെ പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് പെരയ്ക്കകത്ത് നിന്നുകൊണ്ട് തെറി പറഞ്ഞപ്പോൾ ഞാനും അവളെ പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടായത്. അത് കഴിഞ്ഞിട്ട് അതങ്ങ് നിർത്തി ഞാനങ്ങ് പോയി
അവൾ കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അവളും വല്യമ്മയും കൂടെ ആലോചിച്ചിട്ടായിരിക്കും വീണ്ടും വാതിൽ വന്നിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. ഒരു 20-കാരിയോ 21-കാരിയോ വിളിക്കുന്ന ഭാഷയല്ല കൊച്ചു വിളിക്കുന്നത്. അവളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അവൾ താമസിച്ചിട്ടുള്ള ചുറ്റുവട്ടത്തുള്ള ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ കുട്ടിയുടെ കൂടെ പഠിച്ചിട്ടുള്ള വ്യക്തികളോട് നിങ്ങൾ തിരക്കി നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അവൾ ആ രീതിയിൽ ചീത്ത വിളിച്ചപ്പോൾ എൻ്റെ മകൻ ചോദിച്ചു, നിൻ്റെ അമ്മയെ ഞാൻ ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ചീത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നെ പറഞ്ഞിട്ടുണ്ടോ? നീ ഇവിടെ വന്നിട്ട് 1 വർഷമായില്ലേ? അപ്പോൾ അവനെയും ചീത്ത വിളിച്ചു. അന്നത്തെ വഴക്കിനുള്ള കാരണം ഇതാ. അവനെയും ചീത്ത വിളിച്ചു, എന്നെയും ചീത്ത വിളിച്ചു. അങ്ങനെ അവിടെ നടന്ന സംഭവം. പച്ചത്തെറി ആ കുട്ടി വിളിച്ചത്. ഇനി ഇതുവരെ അവന് ഒരു കേസും ഇല്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കൂടെ പഠിച്ചവരെയോ ഞങ്ങൾ താമസിച്ചിട്ടുള്ളിടത്തോ അവനെക്കുറിച്ച് അറിയാവുന്ന ഏത് വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തിരക്കാം. ഇപ്പം നേരത്തെ മകൻ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഉപദ്രവിച്ചത് കൊണ്ടാണ് ആ പെൺകുട്ടിയെ മിഥുൻ പോയി തല്ലിയതെന്നല്ല. എന്നാൽ ഇപ്പൊ അമ്മയുടെ വാലിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നു. അതായത് ഈ അമ്മയും ആ പെണ്ണും കൂടി മിഥുനെ തെറി വിളിച്ചത് കൊണ്ടാണ് പോലും മിഥുൻ അവളെ കയറി തല്ലിയതെന്ന്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കഴിഞ്ഞാണെങ്കിൽ ആ പെൺകുട്ടി തെറി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വരെ ഈ അമ്മ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ സത്യം എന്ത് തന്നെ ആയാലും നമുക്ക് CCTV കാണുന്നതേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മകൻ ചെയ്തതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ അമ്മ ചെയ്തതും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടക്കമാണ് ആ പെൺകുട്ടിയെ പിടിച്ച് ഉപദ്രവിച്ചത്. സ്വന്തം മക്കൾക്ക് മാതൃകയാകേണ്ട നിങ്ങൾ എന്താ ചെയ്തത്? പ്രശ്നം കൂടുതൽ അങ്ങോട്ട് വഷളാക്കി. അപ്പൊ തന്നെ നിങ്ങളുടെ നിലവാരം ഇവിടെ എല്ലാവർക്കും വ്യക്തമായതാണ്. അതുകൊണ്ട് കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട കേട്ടോ. വല്ലാണ്ട് ന്യായീകരിക്കാൻ നിന്നാണെങ്കിലേ ചിലപ്പോൾ നിങ്ങളുടെ പാസിസ്റ്റർ പോലും ആൾക്കാർ തപ്പിക്കൊണ്ടുവരും. അത് ചിലപ്പോൾ ഇതിനേക്കാളും നാണക്കേടായിരിക്കും നിങ്ങൾക്ക് വരുത്തി വെക്കുക. ഇനിയെങ്കിലും അയൽപ്പക്കായിട്ട് സൗമ്യത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കും. ഇനി സൗമ്യമായി പെരുമാറാൻ സൗകര്യമില്ല എങ്കിൽ സ്വന്തം കാര്യം നോക്കി മിണ്ടാതിരിക്കുക. അങ്ങനെയെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.